സെമിനാർ തിരുനബിയുടെ ദർശനവിശേഷങ്ങൾ ആലോചനാവിധേയമാക്കിയ സെമിനാർ പ്രഗത്ഭരുടെ സാന്നിധ്യത്തിൽ പ്രൗഢമായിരുന്നു. ദേശസമാധാനത്തിന് പ്രവാചക ദർശനം എന്ന കാലിക വിഷയം മതസാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രഗത്ഭർ ചർച്ചയ്ക്ക് വിധേയമാക്കി. രാജ്യത്ത് സ്നേഹവും സമാധാനവും സൗഹൃദവും നിലനിൽക്കണമെങ്കിൽ പാവപ്പെട്ടവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന ചില്ലിക്കാശുകളാൽ നിറക്കപ്പെട്ട ഖജനാവുകൾ, ആ ഖജനാവിൽ നിന്ന് അഴിമതി നടത്തുന്ന, അധികാരം കയ്യിൽ വരുമ്പോൾ, ഭരണം കയ്യിൽ വരുമ്പോൾ പ്രതിപക്ഷത്തെ അടിച്ചമർത്തപ്പെടുന്ന, അതിനുവേണ്ടി നിയമപാലകരെ ഉപയോഗിക്കുന്ന, പാർട്ടിയിൽ പെട്ട മെമ്പർ എന്ത് ക്രൂരമായ പ്രവർത്തനങ്ങൾ ചെയ്താലും സുരക്ഷയും വേണ്ടുന്ന ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന ഇത്തരം ദയനീയമായ അവസ്ഥകളിൽ നിന്ന് മാറിയെങ്കിൽ മാത്രമേ സാധിക്കൂ. ഭദ്രത അത് നിലനിർത്തണമെങ്കിൽ, സമൂഹവും രാജ്യവും വികസനത്തിൽ എത്തിച്ചേരണമെങ്കിൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്ദേശം ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാനാത്വത്തിൽ ഏകത്വമെന്ന മഹിതമായ ആശയം മുറുകെപ്പിടിക്കുന്ന ഇന്ത്യ രാജ്യത്ത് അല്ല, ലോകമൊട്ടുക്കുമുള്ള രാഷ്ട്രത്തിൽ നമുക്ക് ശാന്തിയും സമാധാനവും ലഭിക്കണമെങ്കിൽ നാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. രാഷ്ട്രീയ ഭിന്നത മറന്ന്, ജാതീയത മറന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക. അല്ലാഹു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടുന്ന, ആദരിക്കപ്പെടുന്ന വ്യക്തി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് നാം വിശ്വസിക്കുന്നു. ആ വ്യക്തിത്വത്തെ, എന്റെ വാപ്പയും മുഹമ്മദാണ്, ആ വാപ്പക്കുള്ളതുപോലെയുള്ള സ്ഥാനമേ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉള്ളൂ എന്ന് പറയാൻ ധൈര്യപ്പെടുന്ന മുസ്ലിം നാമധാരികൾ ഉള്ള കാലത്തോളം നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തോടുകൂടി, ഏറ്റവും അധികം സന്തോഷത്തോടുകൂടി, ഒരു ഈമാനിന്റെ ഭാഗമായി തന്നെ ഇതൊക്കെ ആചരിക്കാൻ നമ്മളൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ മനസ്സിനെയും തൻ്റെ ശരീരത്തെയും തൻ്റെ ചിന്തയെയും തൻ്റെ വിചാരങ്ങളെയും പൂർണ്ണമായും അപരന് ശല്യമാകാത്ത വിധത്തിൽ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുക എന്നുള്ളത്. സ്വന്തത്തെ സ്വന്തം നിയന്ത്രണത്തിന്റെ പരിധിയിൽ ഒതുക്കുവാൻ സാധിക്കുന്നിടത്താണ് ഒരു മനുഷ്യന്റെ വിജയമെന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാഠം സമകാലത്ത് കൂടുതൽ പ്രസക്തമാകുന്നത് അതുകൊണ്ടാണ്. ക്ഷമയും വിട്ടുവീഴ്ചയുമെന്ന് പറയുന്നത് ദൗർബല്യമല്ല, സത്യവിശ്വാസിയുടെ കയ്യിലെ ഏറ്റവും വലിയ ആയുധമാണ്. അവൻ്റെ വിജയത്തിൻ്റെ വഴിയും അവൻ്റെ വിജയത്തിൻ്റെ പഥേയവുമാണ് യഥാർത്ഥത്തിൽ വിട്ടുവീഴ്ച എന്ന് പറയുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറന്ന് വളർന്ന് വലുതായ നാടാണ് മക്ക. തൻ്റെ ആയുഷ്കാലത്തിൽ മഹാഭൂരിഭാഗവും ചെലവഴിച്ച മക്ക, തൻ്റെ കഴിവിൻ്റെ പരിധിയിൽപ്പെട്ട സേവനം കൊണ്ട് സേവിച്ച നാട്ടുകാർ, ആ നാട്ടുകാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിൽ ജീവിക്കാൻ അനുവദിക്കാതിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കക്കാരോട് ശത്രുത പുലർത്തിയില്ല. ഇവിടം ജീവിച്ചാൽ ഇനി ഒരിക്കലും നേരിന്റെ വഴിയിലേക്ക് കടന്നു വരുവാൻ ആളുകൾക്കുള്ള അവസരം നന്നായി തുറക്കപ്പെടില്ല. അതുകൊണ്ട് ഞാൻ മാറി നിൽക്കട്ടെ. അതിനാ നബി തങ്ങൾ മദീനയിലേക്ക് പോയത്. മദീനയിലേക്ക് പോയ നബി മക്കയെ ഒരു ശത്രു രാജ്യമായി, പ്രദേശമായി കണ്ടിട്ടില്ല. നബി തങ്ങൾ ദൂരെ നിന്ന് നോക്കിക്കണ്ടു. മക്കയിൽ നിന്ന് നബി തങ്ങളെ ഇങ്ങോട്ടും നോക്കിക്കണ്ടു.
നേരത്തെ മക്കയിൽ നിന്ന് നബിയെ തങ്ങളെ സമീപിച്ച് ആ പ്രകാശത്തിൻ്റെ പ്രസരണമേറ്റ് പ്രകാശിക്കുവാൻ സാധിക്കാത്തവർ മദീനയിൽ നിന്ന് അകലെയുള്ള ആ പ്രവാചകന്റെ പ്രകാശത്തിൽ ആകൃഷ്ടരായി അങ്ങോട്ട് വന്ന് സത്യവ്രതം പുൽകുകയുണ്ടായി. നബി തങ്ങൾ മക്കക്കാരുടെ ആ ദുസ്ഥിതിയിൽ വളരെയേറെ വേദനിച്ചു. മക്കയുടെ അവസ്ഥയിൽ വളരെയധികം പരിതപിച്ചു. അവസാനം മദീനയെ ആക്രമിക്കാൻ വേണ്ടി മക്കക്കാർ വന്നപ്പോഴാണ് നബി തങ്ങൾ മക്കയിലേക്കല്ല മാർച്ച് നടത്തിയത്. മദീനയോടടുത്തവരോട് കടക്കരുത് മദീനയിൽ എന്ന് പറയാനാണ് നബി തങ്ങൾ പുറത്തിറങ്ങിയത്. അപ്പോൾ നബി തങ്ങളുടെ പേരുകളുടെ കൂട്ടത്തിൽ ഒന്ന് കാണാം. ഞാൻ പറയട്ടെ, അത് സമാധാനവുമായി പൊരുത്തപ്പെടുന്ന പേരാണ്. റസൂലുൽ മലാഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമാധാനത്തിന് വേണ്ടി യുദ്ധം ചെയ്ത പോരാളിയാണ്. സമാധാനത്തിന് വേണ്ടി പോരാടുക, വിജയത്തിന് വേണ്ടി എന്നല്ല പറയേണ്ടത്. ലക്ഷ്യം സമാധാനമാണെങ്കിൽ നബി തങ്ങൾ ആ യുദ്ധം കൊണ്ട് സമാധാനം എന്ന് പറയുന്ന ലക്ഷ്യം നേടുകയുണ്ടായി. ഈ പരിപാടിയിൽ അല്പനേരം സംബന്ധിക്കുന്നത് ചാരിതാർത്ഥ്യജനകമാകും. തീർച്ചയായും വളരെയധികം പ്രശംസനീയമായ വിധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സിൻസിയർ അക്കാഡമി, ഇസ്ലാമിക് അക്കാഡമി, ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുള്ള ഹബീബ് റഹ്മാൻ അൽ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനം സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ സംബന്ധിക്കുക എന്ന ആ ചാരിതാർത്ഥ്യതയ്ക്ക് അതിനെ സാക്ഷീകരിക്കാനാണ് ഈ ഉള്ളവൻ ഇവിടെ എത്തിച്ചേർന്നത്. മൈക്കൽ ഹാർട്ടിനെ പോലുള്ള ആളുകൾ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിച്ചതും വിലയിരുത്തിയതും എങ്ങനെയാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് അനുഗ്രഹമായത് എന്ന ആ ഒരു വീക്ഷണകോണിലൂടെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിച്ച ആളുകളെല്ലാം ഒരേ നിലപാടിൽ എത്തിച്ചേരുന്നുണ്ട്. ഒരു സമൂഹത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പരസ്പരം പൊരുതുകയും പോരാടുകയും രക്തം ചിന്തുകയും ചെയ്യുകയായിരുന്ന അച്ചടക്കമില്ലാത്ത ഒരു സമൂഹത്തെ അച്ചടക്കത്തിൻ്റെ ഉദാത്തമായൊരവസ്ഥയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചുയർത്തുകയുണ്ടായി. മാത്രമല്ല, ഒരു സാംസ്കാരികതയുടെയും സാമൂഹികതയുടെയും നാലയലത്ത് പോലും എത്തിയിട്ടില്ലാത്ത ഒരു സമൂഹത്തെയാണ് സാംസ്കാരികതയുടെ അത്യുന്നതങ്ങളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈപിടിച്ചുയർത്തി അവരെ അവിടെ ആ ഒരു ഔന്നത്യത്തിലേക്ക് ഉയർത്തുന്നത്, അവിടെ എത്തിക്കുന്നത്. മൈക്കൽ ഹാർട്ട് വളരെ വിസ്മയത്തോടു കൂടി ആ കാര്യം വിശേഷിപ്പിക്കുന്നുണ്ട്. പ്രവാചക സമൂഹത്തെ വിമർശനാത്മകമായി പഠിച്ച തോമസ് കാർലൈലിനെ പോലുള്ള ആളുകളും ഈ സംഭവത്തെ നിഷേധിക്കുന്നില്ല എന്ന് മാത്രമല്ല, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വ്യക്തിപരമായി പരാമർശിക്കുന്ന ഒരു സന്ദർഭത്തിൽ എത്തിച്ചേരുമ്പോൾ ആദരവോടു കൂടിയാണ് യഥാർത്ഥത്തിൽ മിക്ക ആളുകളും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിച്ച മിക്ക ആളുകളും എത്തിച്ചേരുന്നത്. ആദരവോടു കൂടിയാണ് പരാമർശിക്കുന്നത്. എല്ലാം അധിവസിക്കുന്ന ഒരു രാജ്യത്ത് പ്രവാചക സന്ദേശം സമാധാനത്തിന് എത്രമാത്രം പ്രയോജനപ്പെടും എന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരു സംശയത്തിന് അതീതമായി പ്രവാചകന്റെ ജീവിത രീതിയും പ്രവാചകൻ ജനങ്ങളുടെ മുന്നിൽ വെച്ച ദർശനങ്ങളും അത് സമാധാനത്തിനും മനുഷ്യ നന്മക്കും വേണ്ടി ഉള്ളതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ മതബോധനത്തിന് പ്രസക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ആധുനിക വിദ്യാഭ്യാസ മേഖല കടന്നു പോകുന്നത് പ്രധാനമായും വിജയത്തിന്റെ വഴികളിലേക്ക് നീങ്ങപ്പെടുന്ന, അല്ലെങ്കിൽ അതിലേക്ക് കടക്കുന്നതിന് വേണ്ടി എന്ത് മാർഗങ്ങളും വിജയിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് ഇന്നത്തെ വിദ്യാഭ്യാസ രീതി നടന്നുപോകുന്നത്. അതുകൊണ്ട് തന്നെ മാനുഷിക മൂല്യങ്ങൾക്ക്, സ്നേഹത്തിന്, പരസ്പര ധാരണയ്ക്ക്, ഹൃദയവിശാലതയ്ക്ക്, കരുണയ്ക്ക്, അതുപോലെ മറ്റുള്ളവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനുമുള്ള അത്തരം പ്രവണതകളും വിദ്യാഭ്യാസവും
ആധുനിക വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സിൻസിയർ അക്കാഡമിയെ പോലെയുള്ള സ്ഥാപനങ്ങൾ അവരുടെ മതബോധനങ്ങളിലൂടെ വരും തലമുറക്ക് പ്രവാചകൻ നൽകിയിട്ടുള്ള വളരെ അമൂല്യമായ വിലമതിക്കാനാവാത്ത പ്രബോധനങ്ങൾ അത് മനുഷ്യ മനസ്സുകളിലേക്ക് എത്തിക്കണമെന്നുള്ളതിൻ്റെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. സ്നേഹം വാരിക്കോരി കൊടുക്കുക. റഹ്മത്തുൽ ലിൽ ആലമീൻ എന്നാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിശേഷണം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹിൻ്റെ റസൂൽ അള്ളാഹു ലോകത്ത് 100 റഹ്മത്ത്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉള്ളതിൽ ഒരു റഹ്മത്തെ ഈ ലോകത്തിലേക്ക് വർഷിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നു. അപ്പം അള്ളാഹുവിൻ്റെ റഹ്മത്തുൽ ലിൽ ആലമീനായി അറിയപ്പെടുന്ന പ്രവാചകൻ്റെ മനസ്സിൻ്റെ വിശാലത എത്രമാത്രം ഉണ്ടാകും. അതുകൊണ്ടാണ് എല്ലാ അമ്പിയാക്കളും എല്ലാ ഔലിയാക്കളും എല്ലാ സഹാബിമാര്യന്മാരും എല്ലാവരും അവസാനം പ്രവാചകനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ റസൂലിനെ പഠിച്ച ആളുകൾ മുഴുവനും, ഈ റസൂലിനെ അറിഞ്ഞ ആളുകൾ മുഴുവനും 1000 കാതം അകലെ നിർത്തിയ ആളുകൾ പിന്നെ അത് 500 മാറി, 256 മാറി, 100 മാറി, 50 മാറി, 25 മാറി, അവസാനം പ്രവാചകരിലേക്ക് ലയിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലേ? അള്ളാഹിൻ്റെ റസൂലിനെ പഠിച്ചിട്ടാണ് മുഴുവൻ മഹാന്മാരായ ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ടീഡ് പെറ്റി എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ട്. അയാൾ വലിയ യുക്തിവാദിയും അള്ളാഹിൻ്റെ റസൂലിൻ്റെ വിമർശനമായിരുന്നു. വിമർശിക്കാൻ വേണ്ടി പഠിച്ചതാണ്. അവസാനം എന്തായെന്ന് ഇഫ് എ മാൻ ലൈക്ക് മുഹമ്മദ് were to assume the dictatorship of the modern world, he would succeed in solving its problem. എന്താ പറയുന്നത് അറിയോ? ഈ ആധുനിക ലോകം വാഴാമ്പലിനെ പോലെ കേഴുന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്രശ്നം സമാധാനമാണ്. ആർക്കും സമാധാനം. പ്രശ്ന സങ്കീർണമായ ലോകത്തിൻ്റെ മുമ്പിൽ ശാശ്വത സമാധാനത്തിൻ്റെ പരിഹാരമായി അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തിൻ്റെ ഡിക്റ്റേറ്റർഷിപ്പ്, അധീനാവകാശം, ആധികാരിക രാജാധിപത്യം ഏറ്റെടുക്കുകയാണെങ്കിൽ പ്രശ്നത്തിന് പരിഹാരമാകുന്നു എന്ന് ഞാൻ നോക്കിക്കാണുന്നു എന്ന് അദ്ദേഹം അവസാനം വിധി